വർഷോദയത്തിന്റെ പടിവാതിലിൽ നിന്നുകൊണ്ട് പ്രവാസലോകം കഴിഞ്ഞ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. 12 വർഷത്തെ ഞങ്ങളുടെ സാർത്ഥകമായ യാത്രയിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് താങ്ങും തണലുമാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. കണ്ടുകിട്ടിയവരെക്കാൾ കൂടുതൽ കാണാതായവരാണ് ഇപ്പോഴും ഞങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ കൂടുതൽ. നല്ലവരായ മനുഷ്യരുടെ സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നവയുഗം സാംസ്കാരിക വേദി ജീവകാരുണ്യ വിഭാഗത്തിന്റെ ഇടപെടലിലൂടെ ദമാം അഭയകേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട് കാഞ്ചീപുരം പോരൂർ ഭരണിപുത്തൂർ സ്വദേശിനി ഫരീദ അൻവർ നാട്ടിലേക്ക് തിരിച്ചു. 1 വർഷം മുമ്പ് ഭർത്താവ് ആത്മഹത്യ ചെയ്ത് വഴിയാധാരമാക്കിയ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായിട്ടാണ് ഫരീദ കഴിഞ്ഞ മാർച്ചിൽ സൌദിയിലെത്തിയത്. ഇളയ മകൻ ഹൃദയ സംബന്ധമായ അസുഖത്തിന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങി ഒരു ടാക്സിയിൽ ഇന്ത്യൻ എംബസി ദമാം ഔട്ട്സോഴ്സിംഗ് വിഭാഗത്തിലെത്തി ഫരീദ. നവയുഗം ജീവകാരുണ്യ പ്രവർത്തകരായ മണിക്കുട്ടൻ പെരുമ്പാവൂർ, ഉണ്ണി പൂച്ചെടിയിൽ, സഫിയ അജിത് എന്നിവരുടെ തർഹീൽ സന്ദർശനവേളയിൽ ഫരീദ തന്റെ വിവരങ്ങൾ പറഞ്ഞു. ഫരീദയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സഫിയയ്ക്കൊപ്പം മണിക്കുട്ടൻ പെരുമ്പാവൂർ, ഉണ്ണി പൂച്ചെടിയിൽ എന്നിവരും സജീവമായി പങ്കെടുത്തു. എല്ലാവർക്കും ഫരീദ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയും ചെയ്തു. നവോദയ സെന്റർ ഏരിയയിലെ പോർട്ട് മേഖലയിൽ വരുന്ന ഖൽദിയ 1 യൂണിറ്റിലെ അംഗമായ കൊല്ലം സ്വദേശി രാജീവിന്റെ കുടുംബചികിത്സാ സഹായം ദെല്ല ക്യാമ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ പോർട്ട് മേഖലാ പ്രസിഡന്റ് കൃഷ്ണപിള്ള കോന്നി കൈമാറി. ദെല്ല ക്യാമ്പിൽ നവോദയ ഖൽദിയ 1 യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ കമ്മിറ്റി സമാഹരിച്ച തുകയാണ് യൂണിറ്റ് അംഗങ്ങളുടെ വിപുലമായ പ്രാതിനിധ്യത്തിൽ വിതരണം ചെയ്തത്. 2002 സരിതയെ വിവാഹം ചെയ്ത അബ്ദുൾ റസാഖ് പല കാരണങ്ങൾ കാരണം ഈ കുടുംബവുമായി അകലുകയായിരുന്നു. സൌദി റിയാദിലുള്ള അബ്ദുൾ റസാഖ് സരിതയുമായി അവസാനമായി ബന്ധപ്പെടുന്നത് 2012 ജൂണിലാണ്. ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയായ സരിത ഭർത്താവിന്റെ ഈ വിയോഗത്തിന് കാരണം തേടുകയാണ്. ഇന്ന് പ്രവാസലോകത്തെ തേടിയെത്തിയിരിക്കുന്നു സരിത തന്റെ വിഷമങ്ങളുമായി. എവിടെയാണ് നാട്? തിരുവനന്തപുരത്താണ്. മണക്കാട്. അബ്ദുൾ റസാഖ് എവിടെ തരണ? കൊല്ലം അഞ്ചൽ സ്വദേശി. കല്യാണം കഴിച്ചത് 2002. 10 വർഷം. അതെ. അല്ലേ? ഈ 2 മക്കളുണ്ട്. ഗർഭിണിയാണ്. ഈ 10 കൊല്ലത്തെ ജീവിതം എങ്ങനെയായിരുന്നു? വളരെ ദുരിതപൂർവ്വമായിരുന്നു സർ. 10 വർഷം. പിന്നെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പല സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവരെ വീട്ടുകാർക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് 2003 ആയപ്പോഴത്തേക്ക് എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് എന്നെ സൗദിയിലോട്ട് കൊണ്ടുപോയായിരുന്നു ഫാമിലി വിസയിൽ. അവിടെ കൊണ്ടുപോയി ആദ്യത്തെ പ്രഗ്നൻസിയിൽ പുള്ളി എന്നെ നിർബന്ധപൂർവ്വം അബോർട്ട് ചെയ്യിപ്പിച്ചു. റീസൺ പറഞ്ഞതെന്ന് വെച്ചാൽ 7 ലക്ഷം രൂപ കുടുംബ വീട് വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നതിന് ശേഷം മാത്രം മതി പ്രഗ്നൻസി എന്നുള്ള ആ ഒരു നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത്. സരിതയുടെ വീട്ടുകാർ കൊടുക്കാന്ന്. എനിക്ക് എന്റെ കല്യാണത്തിന് 54 പവന്റെ സ്വർണവും 1 ലക്ഷം രൂപ അച്ചാരവും അദ്ദേഹത്തിന് 1 പവന്റെ സ്വർണവും കൊടുത്തിരുന്നു. അങ്ങോട്ട് കൊടുത്തായിരുന്നു അച്ചാരമായിട്ട്. ഇല്ല, അച്ചാരമായിട്ട് കൊടുത്തതാ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ 7 ലക്ഷം രൂപ കുടുംബ ഓഹരിയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അത് വിറ്റ് കൊടുക്കാന്നാ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് പുള്ളി ഇതിന്റെ പേർക്ക് എന്നെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സ്ത്രീധനക്കാശ് കിട്ടത്തില്ല എന്നുള്ള ആ ഒരു ഇതില്. അത് കഴിഞ്ഞ് 8 മന്ത് ആയപ്പോഴത്തേക്ക് എന്നെ കയറ്റി വിട്ടായിരുന്നു. തിരിച്ചു കയറ്റി വിട്ടു. ഞാനിവിടെ വന്ന് പ്രസവിച്ചു. മോളായിരുന്നു ഫാത്തിമ. അവരെ വീട്ടുകാരെ അറിയിച്ചിട്ട് ആരും വന്നില്ലായിരുന്നു കാണാൻ. പിന്നെ പുള്ളി 3 മാസം ആയപ്പോൾ പുള്ളി വന്നായിരുന്നു തിരിച്ചു. മോളെ എന്നെ വീട്ടിൽ വന്നു പുള്ളിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയതിനു ശേഷം അവിടെ വെച്ച് പിന്നെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഉമ്മയെ അറിയിച്ച് കാര്യങ്ങള്, സ്ത്രീധനം കാശ് വേണം എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട് വിറ്റ് 7 ലക്ഷം രൂപ അവർ പറഞ്ഞ പ്രോപ്പർട്ടി എന്നെ മേടിച്ചു കൊടുത്തു. എന്റെയും പുള്ളിയുടെ പേർക്കാണ് മേടിച്ചത്. എന്റെ പേർക്ക് മേടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവര് സമ്മതിച്ചില്ല. പുള്ളിക്കാരന്റെ പേരും കൂടെ ചേർക്കണമെന്നും പറഞ്ഞ് എന്നെ ഒത്തിരി ഉപദ്രവിച്ചായിരുന്നു തലേന്ന്. പുള്ളിയുടെ ഫാദറിന്റെയും മദറിന്റെ മുമ്പ് വെച്ച് തന്നെ പുള്ളി ഉപദ്രവിച്ചത്. ഉപദ്രവിച്ചായിരുന്നു. ഭൂമി മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും
അപ്പൊ ആ ഒരു പ്രോബ്ലം തീർന്നു എന്ന് കരുതി പിന്നെ വീണ്ടും പുള്ളി എന്നെയും കുഞ്ഞിനെയും തിരിച്ച് വീണ്ടും റിയാദിൽ കൊണ്ടുപോയി, സൗദിയിൽ. അവിടെ കൊണ്ടുപോയി ഒരു 2 months കഴിഞ്ഞപ്പോൾ എനിക്ക് അൽജാഫ് ഇന്റർനാഷണൽ ഹോസ്പിറ്റലിൽ CT സ്കാൻ ടെക്നീഷ്യനായിട്ട് ജോലി കിട്ടിയായിരുന്നു. വിദ്യാഭ്യാസ യോഗ്യത SLC കഴിഞ്ഞിട്ട് VHSC കഴിഞ്ഞ് ബയോമെഡിക്കൽ എക്യുപ്മേഷനാണ് പഠിച്ചത്. അതിന്റെ തുടരായിട്ട് CT സ്കാൻ, എക്സ്റേ, ECG എന്നും പറഞ്ഞ് പാർട്ടായിട്ട് പഠിക്കുകയായിരുന്നു ചെയ്തത്. ടെക്നീഷ്യനായിട്ട് ജോലി കിട്ടി. 1900 റിയാലായിരുന്നു അന്ന് എന്റെ ശമ്പളം. 15 മാസം ഞാൻ ജോലി ചെയ്തായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ ഇതിനിടയിൽ മോളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്തോനേഷ്യ സ്ത്രീ ഉണ്ടായിരുന്നു വീട്ടില്. അവരുമായിട്ടുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കാരണം ഞാൻ അവരെ പറഞ്ഞു വിട്ടു. പുള്ളിക്കാരന്റെ പെരുമാറ്റം അത്ര സോഫ്റ്റ് ഇതല്ലാന്ന് കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോടുള്ള ഗീത എന്ന് പറഞ്ഞിട്ട് അവിടെ ചാടി നിന്ന ഒരു സ്ത്രീ പുള്ളി കൊണ്ടുവന്ന് നോക്കിയായിരുന്നു മോളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. എനിക്ക് 4 to 12 ആണ്, ഈവനിങ് 4 to നൈറ്റ് 12 വരെയായിരുന്നു സ്ട്രേറ്റ് ഡ്യൂട്ടി, 8 hours ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം യാദൃച്ഛികമായിട്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും മോശമായിട്ട് കണ്ടിട്ട് ഞാൻ നിർബന്ധം പിടിച്ചായിരുന്നു, ഇല്ല ഞാനിനി ജോലിക്ക് പോകുന്നില്ല, ഞാൻ വീട്ടിലിരുന്നോളാം, അവരെ അങ്ങ് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ പറഞ്ഞു വിടാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് വീണ്ടും സെക്കൻഡ് പ്രഗ്നൻസി ഞാനായിരുന്നു. അപ്പൊ അവരെ പറഞ്ഞു വിടാൻ സമയത്ത് അവരെ എന്നോട് പറയുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിന് വേറൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പും കൂടെ ഉണ്ട്. അവരത് സ്വാഭാവികമായിട്ട് ദേഷ്യം കാരണം എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ട് പോയത് അയാളുടെ കൂടെ ഉള്ള. അപ്പൊ ഇതിനെ ചൊല്ലി ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അന്നേരം തന്നെ ഞാൻ ഇത് ചോദിച്ച് പ്രശ്നമായപ്പോ എന്റെയും കുഞ്ഞിന്റെയും പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ചായിരുന്നു പുള്ളി. എക്സിറ്റ് അടിച്ച് തന്നിട്ട് നിങ്ങൾ ഇനി നാട്ടിൽ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്ന പുള്ളി ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി എന്നെ, ഞങ്ങൾ രണ്ടുപേരും പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് അതിൽ റീ എൻട്രി അടിച്ചു. 1 മാസം അവിടെ നിർത്തി എന്നെ ഒത്തിരി ഉപദ്രവിച്ചു സാർ. ആ ഗീത എന്ന് പറഞ്ഞ സ്ത്രീയെ പറഞ്ഞു വിടുകയും ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ജോലി അങ്ങ് ഉപേക്ഷിച്ചായിരുന്നു. ഒത്തിരി ഉപദ്രവിച്ച് ബലമായിട്ട് ഗുളിക കൊണ്ട് കുത്തിക്കയറ്റി വായിക്കകത്ത് വെച്ചിട്ട് അന്ന് വൈകിട്ടായപ്പോൾ തന്നെ ബ്ലീഡിംഗ് ആയി. പിന്നെ ബത്തേലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി DNC ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് എന്നെ തിരികെ നാട്ടിലോട്ട് കയറ്റി വിട്ട് വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അഞ്ചൽ സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ പരാതി ഫയൽ ചെയ്തായിരുന്നു. പരാതി ഫയൽ ചെയ്ത് എന്റെ വസ്തുക്കളും എന്റെ സ്വർണവും എനിക്ക് തിരികെ കിട്ടണം, പുള്ളിയിൽ നിന്നുള്ള ഡൈവേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നേരം തീരുമാനം. ഒരു മകൾ മാത്രമല്ലേ ഉള്ളൂ സർ. അന്നേരം പിന്നെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി നാട്ടിൽ വന്നു കോംപ്രമൈസ് ചെയ്തു. ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ സർക്കിളിന്റെ മുമ്പ് എഴുതി വെച്ചു, മറ്റൊരു വിവാഹം കഴിക്കത്തില്ല, എന്നെയും കുഞ്ഞിനെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ സമ്മതപ്രകാരം എന്നെ വിളിച്ചുകൊണ്ടുപോയി ചെയ്യാം. അവരുടെ വീട്ടിൽ തന്നെ അഞ്ചലിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് സർ എന്റെ വസ്തു ഞങ്ങളുടെ 2 പേർക്ക് ഇരിക്കുന്നതാണ് ഞാൻ റിട്ടേൺ ചോദിച്ചത്, തിരിച്ച് എന്റെ പേർക്ക് തന്നെ വേണം എന്നുള്ള. അത് കഴിഞ്ഞിട്ട് പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറിയത്, യാതൊരു പ്രോബ്ലവും ഇല്ലായിരുന്നു. പുള്ളി പറഞ്ഞു കാർഷിക ലോൺ വെക്കണമെന്ന് പറഞ്ഞു. 3 ഏക്കർ അടുപ്പിച്ചുണ്ടായിരുന്നു അന്ന് എനിക്ക് മേടിച്ചെന്ന സ്ഥലം. കാർഷിക ലോൺ വെക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് എന്നെ പുള്ളി വളരെ തന്ത്രപൂർവ്വം എന്റെ കയ്യിൽ നിന്ന് ഒഴുകൂറി മേടിച്ച് പുള്ളിയുടെ പേരിലോട്ട് മാത്രമാക്കി. മാറ്റിയതിന് ശേഷം വളരെ എനിക്ക് എന്നിട്ടും പ്രശ്നമില്ലായിരുന്നു സർ. കാരണം കുടുംബജീവിതമാണല്ലോ, മുന്നോട്ട് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങള് സന്തോഷത്തോടെ തന്നെ തിരിച്ച് ഗൾഫിലോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇത് എഴുതി കൊടുത്ത് എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം. ഗൾഫിൽ പോയി 1 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ മാമാടെ മകൾ എന്നുള്ള ആ പെൺകുട്ടിയായിട്ടുള്ള നിക്കാഹ് നടത്തിയതിന് ശേഷമാണ് ഇയാൾ എന്നെയും കുഞ്ഞിനെയും വന്ന് വിളിച്ചോണ്ട് പോയതും എന്നെ നല്ല രീതിയിൽ പറ്റിക്കുകയായിരുന്നു. അവിടെ ചെന്ന് 2 months കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇയാൾ നല്ല മദ്യപാനത്തിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. ഇയാൾ എന്നെ വിളിച്ചു പറഞ്ഞു മനഃപൂർവ്വം ചെയ്തതാ, ഞാൻ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ പാസ്പോർട്ട് എടുത്തു വെച്ചേക്കുന്ന സരിത സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ എന്റെ വാപ്പാന്റെ പേർക്കാ പുള്ളി എന്നെ കൊണ്ട് എടുപ്പിച്ച് നിർബന്ധിച്ച്. പക്ഷെ ഈ 2ാമത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ എടുത്തിരിക്കുന്നത് ഷിജി അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞ് എന്നെയാ പാസ്പോർട്ട് എടുപ്പിച്ചേക്കുന്നത്. അതിന്റെ ഡീറ്റെയിലും തെളിവും എല്ലാം എന്റെ ഇരിപ്പുണ്ട് സർ. അത് കഴിഞ്ഞിട്ടാണോ 2ാമത് ഈ കുട്ടിയുടെ? അന്നേരം കൊണ്ടുപോയതിനെ തന്നെ വീണ്ടും പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളോട് യോജിച്ച് പോകാൻ പറ്റത്തില്ല, എന്നെ കയറ്റിവിടെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ വീണ്ടും എക്സിറ്റ് അടിച്ച് ഒരു 3 months ഞാൻ നിന്നോളൂ. തിരിച്ചു പോയിട്ട് എക്സിറ്റ് അടിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വരിക ചെയ്ത. വീട്ടിൽ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ നിന്ന്, കാരണം വീട്ടുകാരുടെ മുന്നിൽ എന്നാ പറയുന്നുള്ള ഒരു പിടുത്തമില്ലായിരുന്നു.
അവിടെ തന്നെ നിന്നു. പിന്നെ മോളുടെ ഡെലിവറിക്ക് വീട്ടിൽ പോയി. ഡെലിവറി കഴിഞ്ഞു. 40 ചടങ്ങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ വീണ്ടും വന്നു. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിൽക്കണം എന്നുള്ള ആ ഒരു ഇതില് കപ്പാസിറ്റിയിൽ വന്നതാ. അന്ന് പിന്നീട് അയാൾ വന്ന് മോളെ വന്ന് കണ്ടു. അപ്പോഴും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വിള്ളൽ വന്നു എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ആ കുട്ടി വിളിച്ചു പറഞ്ഞത് ഇയാളെ സഹിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആ കുട്ടി ഒഴിവാവുകയാണെന്ന് തോന്നുന്നു. ഒഴിവാവുകയെന്ന് മനസ്സിലായത് അവരെ രണ്ടാമത് കല്യാണം കഴിച്ച ഷമീർ എന്ന് പറയുന്ന വ്യക്തി കൊട്ടാരക്കര കുടുംബ കോടതി മുഖേന അബ്ദുൾ റസാഖിന്റെ പേർക്ക് സമൻസ് അയച്ചു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറിനെ കാണിക്കാൻ. ആ സമൻസ് ഞാനാ ഒപ്പിട്ട് മേടിക്കുന്നത്. അയാളുടെ വിവാഹം അസാധുവാക്കി കുടുംബ കോടതി മുഖേന. കാരണം അബ്ദുൾ റസാഖിന്റെ ഭാര്യയായിട്ടിരിക്കെ ഞാൻ മറ്റൊരു ആ സ്ത്രീ എങ്ങനെയാ ഞാൻ കല്യാണം കഴിക്കുന്നതെന്നും പറഞ്ഞ് അയാൾ കുടുംബ കോടതി മുഖേന അസാധുവാക്കി അയാളുടെ വിവാഹം.